ഐബ്രോസ് ആവശ്യപ്പെടുന്നല്ലോ നല്ല തോന്നുന്നില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് നൊസ്റ്റാൾജിയ അനുഭവങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു നൊസ്റ്റാൾജിയ അനുഭവത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ഫിലിക്സ് ബാൽ അനുഭവം, നൊസ്റ്റാൾജിയ അനുഭവം എന്ന എപ്പിസോഡിലെ ഇന്നത്തെ അതിഥി താരമായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായി മാറിയിരുന്ന പൂത്തങ്കണ്ടി മണി. പൂത്തങ്കണ്ടി മുനിയുമായിട്ട് അന്നത്തെ ആ നൊസ്റ്റാൾജിയ ഓർമ്മകൾ പങ്കുവെക്കാം. മുനിയൻ പറയും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരു 10-35 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ. നമ്മൾ വേറെ ഗ്രൗണ്ട് വിട്ട് അവിടെ പ്രശ്നമുണ്ടായാണ് ഈ ഫിനിക്സിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ വേറെ ടീമായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് അവരോട് നമ്മൾ ചോദിച്ചു, നമ്മൾ കളിച്ചോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ സീനിയറായിരുന്നു അവർ അപ്പോൾ കളിച്ചോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് സ്റ്റാർട്ടായതാണ് നമ്മൾ ഈ കളി. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു വലിയൊരു ഫിനിക്സ് എന്ന് പറഞ്ഞ വലിയൊരു എന്താ പറയുക വലിയൊരു സ്ഥലമായിരുന്നു. ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് വീടുകൾ വന്നു. ആ സൈഡ് ഈ സൈഡിലുള്ള വീടുകൾ വന്നു. ഇവിടെ പണ്ട് ഭയങ്കര ബോളി ചെയ്യാനും ബാറ്റ് ചെയ്യാനും ഭയങ്കര സ്ഥലമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വരുന്നത് ബോർഡറായിട്ടാണ് വരുന്നത്, ഓപ്പണിംഗ് ബോർഡറായിട്ടാണ് വരുന്നത്. പിന്നെ അന്ന് എന്താ പറയുക നമ്മുടെ ഓപ്പണിംഗ് ബോർഡർ ഞാൻ നൗഷാദ് ഇവരെല്ലായിരുന്നു ഓപ്പണിംഗ് ബോർഡർ. ഭയങ്കര രസമായിരുന്നു അന്നത്തെ കളി. പിന്നെ അന്ന് മാച്ച് ഉണ്ടായിരുന്നു, പൂരാറായിട്ട് മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട്. അടിപൊളി ടൂർണമെന്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നടത്താതെ തന്നെ എന്താ പറയുക ഭയങ്കര ടൂർണമെന്റ് ആയിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അതൊരിക്കലും നമുക്ക് മനസ്സിന് മായാത്തൊരു ടൂർണമെന്റ് ആയിരുന്നു. അന്നത്തെ ക്യാപ്റ്റൻ ഹാരിസ് ആയിരുന്നു, വൈസ് ക്യാപ്റ്റൻ നസറത്ത് ആയിരുന്നു. ആ ഒരു ടീം ആ ഒരു സമയത്ത് ഭയങ്കര എന്താ പറയുക ഒരു 10-20 ടീമിനെ വെച്ചിട്ട് നമ്മൾ ടൂർണമെന്റ് നടത്തിയിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു അനുഭവങ്ങളാണ് ഇവിടെ കാണുമ്പോൾ നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ. കാര്യമായിട്ട് എൻ്റെ മനസ്സിന് മായാത്തൊരു അനുഭവങ്ങളുണ്ടായിരുന്നു. കാരണം അന്ന് മാച്ച് വിളിക്കായിരുന്നു, നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് മാച്ച് വിളിക്കായിരുന്നു. അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ടീമുമായിട്ട് ഒരു മാച്ച് വിളിച്ച സമയത്ത് ഞാൻ 20 ഓവറായിരുന്നു കളി. ആ 20 ഓവർ കളിയിൽ ഞാനൊരു സെഞ്ചുറി അടിച്ചിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് പറയാനുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു 20 ഓവർ കളിയിൽ ഞാൻ സെഞ്ചുറി അടിച്ചിരുന്നു. അതിൽ ആർക്കുള്ള ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല, എന്നാൽ ഞാൻ പറയാം എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു അത്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശേഷം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.